വിശദാംശങ്ങളിലേക്ക് പോകാം. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. അവശ്യ സർവീസുകൾ ഒഴികെ പണിമുടക്കി പ്രതിഷേധിക്കും. വിവരങ്ങൾ അഭിന നൽകും. അഭിന, രാജ്യവ്യാപക പ്രതിഷേധം നടത്താനിരിക്കുന്നു. പ്രതിഷേധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ പ്രതിഷേധം IMAയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ഇന്നലെ കൊണ്ടാടുമ്പോൾ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പെൺകുട്ടികൾ നീതിക്ക് വേണ്ടി ഇന്നലെ തെരുവോരങ്ങളിൽ നടത്തിയതെന്നുള്ള വലിയ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം വലിയ രീതിയിൽ ആളിക്കത്തുകയാണ്. ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയായ IMAയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ആർജികർ ആശുപത്രിയിൽ നടക്കുന്നത്. ആർജികർ ആശുപത്രി നിലവിൽ ഇപ്പോൾ അടിച്ചു തകർത്ത നിലയിലാണ്. എന്നാൽ ഈ ഒരു പ്രധാനമായും ഈ ഒരു പ്രതിഷേധവുമായി ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. നീതി ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ആശുപത്രി സുരക്ഷ, വലിയ രീതിയിലുള്ള ആശുപത്രി സുരക്ഷയും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ IMA സംഘടന അടക്കം ഈ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. നമുക്കറിയാം, കേരളത്തിൽ വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അവിടെയും ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ളൊരു വെല്ലുവിളി തന്നെയായിരുന്നു ആരോഗ്യ പ്രവർത്തകർ നേരിട്ടിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് ഏതൊക്കെ രീതിയിൽ സുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ സുരക്ഷയുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ IMA സംഘടന അടക്കം ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടി അടക്കം ഈ ഒരു കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെയും പ്രതിയാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു മുൻ പ്രിൻസിപ്പൽ ഉന്നയിച്ചിരുന്നത്. അതായത് അർദ്ധരാത്രിയിൽ സെമിനാർ ഹാളിൽ പെൺകുട്ടി എന്തിനു പോയി എന്നുള്ളൊരു കാര്യമായിരുന്നു ഡോക്ടർ അടക്കം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം. ഇപ്പോഴും ഈ ഒരു അസം മെഡിക്കൽ കോളേജ് അടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പുതിയൊരു നിയമം വന്നിരുന്നത്, അതായത് പെൺകുട്ടികൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അസം മെഡിക്കൽ കോളേജ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് ഇവിടെയും പ്രശ്നം പെൺകുട്ടികൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും മുൻ പ്രിൻസിപ്പലിൻ്റെ ഈ ഒരു ആരോപണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു പ്രതിഷേധം ആളിക്കത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ രാജിവെക്കുകയും തുടർന്ന് പുതിയ പ്രിൻസിപ്പളായിട്ടുള്ള സുഹൃദ പാൽ അധികാരമേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു സുഹൃദ പാൽ അധികാരത്തിലേറ്റതിനു ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതായത് സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ ആശുപത്രി അധികൃതർ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധവുമായി കോളേജ് ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി മുന്നിൽ എത്തിയിരുന്നത്. നമുക്കറിയാം, അതിദാരുണമായ ഒരു സംഭവമാണ് കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകം. ഒപ്പം തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി എന്നുള്ളതാണ് എടുത്തു കാട്ടേണ്ട മറ്റൊരു കാര്യം. തീർച്ചും അപലപനീയമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചിലർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരാരാണ് എന്നത് സംബന്ധിച്ച് മറ്റു സൂചനകളുണ്ടോ? കൂടുതൽ അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? ഇന്നലെ CBI കഴിഞ്ഞ ദിവസം CBI റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. CBI ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ എന്ന വ്യാജേനെ പുറത്തുനിന്ന് മറ്റ് കൂട്ടരാണ് ഈ ഒരു അക്രമികൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു പ്രതിഷേധക്കാർ എന്ന വ്യാജേന എത്തിയ ആക്രമികൾ കോളേജ് അടക്കം വലിയ രീതിയിൽ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ CCTV അടക്കം പൊട്ടി തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ CBIയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ വെല്ലുവിളി സ്വീകരിച്ചൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതായത് പേര് വെളിപ്പെടുത്തിയത് ഒരാളുടെ പേര് മാത്രമാണ്. റോയ് എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പേര് മാത്രമാണ് CBI ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. കൂടാതെ തന്നെ മറ്റു 9 പേരെയും കൂടെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ ഐഡന്റിറ്റി ഇതുവരെയും CBI പുറത്തുവിട്ടിട്ടില്ല. അതായത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസല്ല, ഈ കുടുംബവും
സംഘടനയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം കുറ്റവാളികളെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി എന്നുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെയോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രാഷ്ട്രീയക്കാർ തന്നെ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ പരസ്പരം പഴി ചാരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു പാർട്ടികളും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും വലിയ രീതിയിലുള്ള പഴിചാരലുകളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രദേശ ഭരണകൂടവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ രക്ഷപ്പെടാൻ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ മമതാ ബാനർജിയും ഇതിന് മറുപടി എന്നോണം തൊട്ടു പിന്നാലെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കോൺഗ്രസും CPM കക്ഷി പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഭരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും വലിയ രീതിയിലുള്ള ക്രൈമുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഈ ക്രൈമുകൾക്കൊന്നും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം മമതാ ബാനർജി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗാൾ BJP അധ്യക്ഷൻ സുഗാന്ത മജുംദാർ സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മമതാ ബാനർജിയുടെ വസതിക്ക് സമീപം മെഴുകുതിരി കത്തിച്ചും ഇദ്ദേഹം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മമതാ ബാനർജി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ തൂക്കിലേൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മഹാറാലിയും കൂടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് BJPയുടെയും CPMന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാ പാർട്ടികളുടെയും ഒരു പ്രതിഷേധ റാലി തന്നെ ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതിദാരുണമായ കൊലപാതകം, അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ, അതിനെ നേരിടുന്ന പ്രതിഷേധത്തെ അക്രമം കൊണ്ട് നേരിടുന്ന സാഹചര്യം, ഇന്ന് തുടർന്നുള്ള പ്രതിഷേധവും പണിമുടക്കും മറ്റും IMAയുടെ നേതൃത്വത്തിലും ഡോക്ടർമാരും പണിമുടക്കുകയാണ്. കേരളത്തിലേക്ക് നോക്കിയാൽ ഈ വിഷയത്തിൽ കേരളത്തിലും പണിമുടക്കുണ്ട്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും പ്രതിഷേധം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ PG സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കും. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. കോഴിക്കോട് നിന്ന് റിയാസ് K.